ദേശാഭിമാനി ഫെബ്രുവരി 15 ശനി. വാർത്തകൾ വായിക്കുന്നത് KT ബാലകൃഷ്ണൻ സനോര. പ്രധാന വാർത്തകൾ. കേരളം അതിശയിപ്പിക്കുന്നു. സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി. ട്രംപിന് വിധേയനായി മോദി മടങ്ങി. മോദി ട്രംപ് കൂടിക്കാഴ്ച. $50,000 കോടി വ്യാപാരം. ആണവ പദ്ധതികൾ. 119 ഇന്ത്യക്കാരെ കൂടി US നടതള്ളും. നടപടി അമേരിക്കയിൽ നിന്ന് മോഡി മടങ്ങിയതിന് പിന്നാലെ. STA സമ്മേളനത്തിന് കോഴിക്കോട്ട് ഉജ്ജ്വല തുടക്കം. അധ്യാപക റാലിയും പൊതുയോഗവും ഇന്ന്. മുഖ്യമന്ത്രി പങ്കെടുക്കും. KCB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിനും ഉജ്ജ്വല തുടക്കം. ചാലക്കുടിയിൽ ജീവനക്കാരെ ബന്ദിയാക്കി ബാങ്ക് കൊള്ളയടിച്ചു. മുണ്ടക്കൈ 592 കോടി വായ്പാ പദ്ധതി പൂർത്തിയാക്കാൻ 45 നാൾ മാത്രം. മുണ്ടക്കൈ ദുരിതാശ്വാസ ഫണ്ട് യൂത്ത് കോൺഗ്രസ് വെട്ടിച്ചു. കേരള BCക്ക് തിരിച്ചടി. വാളയാറിലെ വിഷപ്രയോഗം മാളത്തിലൊളിച്ച് കോൺഗ്രസ് നേതാക്കൾ. പ്രകൃതിവാതക തട്ടിപ്പ്. റിലയൻസിന് കോടതിയിൽ തിരിച്ചടി. മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ പാപ്പരത്തമെന്ന് CPIM. നഴ്സിംഗ് കോളർ റാഗിംഗ് നടപടി സസ്പെൻഷനിൽ തീരില്ലെന്ന് ധനമന്ത്രി. താരങ്ങൾ പ്രതീക്ഷ. ദേശീയ ഗെയിംസിന് കൊടിയിറങ്ങി. ബ്ലാസ്റ്റേഴ്സ് കളത്തിൽ. ISL ഫുട്ബോളിൽ ഇന്ന് കരുത്തരായ മോഹൻ ബഗാനോട്. വാർത്തകൾ വിശദമായി. വ്യവസായ മേഖലയിലെ കേരളത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയെ പ്രകീർത്തിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP. സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ അഭൂതപൂർവമായ വളർച്ച വ്യവസായ അന്തരീക്ഷം അത്യന്തം അനുകൂലമാക്കിയ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ 1ാം സ്ഥാനം, ചുവപ്പ് നാട മുറിച്ചുമാറ്റി വ്യവസായ സാഹചര്യമൊരുക്കൽ എന്നിവ തരൂർ ചൂണ്ടിക്കാട്ടി. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു ഐ ലെതിങ് ടൈഗർ എന്ന ലേഖനത്തിലാണ് കണക്കുകൾ ഉദ്ധരിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വ്യവസായ കുതിച്ചുചാട്ടം വിവരിച്ചത്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും UDF മാധ്യമങ്ങളുടെയും വ്യാജ പ്രചാരണം പൊളിക്കുകയാണ് തരൂർ. ലേഖനം സംബന്ധിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല. സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടിയെന്നും ആഗോള വളർച്ച 46%, കേരളം നേടിയത് 254%, ശശി പറഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാനുള്ള സംവിധാനമെന്ന് മന്ത്രി P. രാജീവ് പ്രഖ്യാപിച്ചത് വലിയ നേട്ടമാണ്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സഹകരണ മേഖലയിലാകെ മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രതികരിച്ചു. USSന്റെ 100ാം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ BJPയും കോൺഗ്രസും ഊരാളുങ്കലിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ അഭിനന്ദനം. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിലും 529.50 കോടി രൂപ വായ്പ അനുവദിച്ചു. എന്നാൽ തുക മാർച്ച് 31 ചെലവഴിച്ച് നിശ്ചിത പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നൽകണമെന്നും അപ്രായോഗിക നിർദ്ദേശവുമുണ്ട്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു. മാർച്ച് 31 മുമ്പ് മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിക്കണമെന്നെങ്കിൽ നിർദ്ദേശം അപ്രായോഗികമാണെന്നതും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഏതായാലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊട്ടിഘോഷിച്ച ദ്വിദിന അമേരിക്കൻ സന്ദർശനം പൂർണ്ണ പരാജയം. തീരുവ നിരക്ക്, കുടിയേറ്റ പ്രശ്നം, ആയുധ കച്ചവടം, ക്രൂഡ് ഓയിൽ ഇറക്കുമതി, ക്വാഡ് കൂട്ടായ്മ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യങ്ങൾക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടാണ് മടക്കം. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിൽ ഇടപെടാമെന്ന ട്രംപിന്റെ ധിക്കാരപരമായ പ്രസ്താവനയോട് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി പ്രതികരിച്ചില്ല. ഇന്ത്യക്കാരെ കൈകാലുകൾ ചങ്ങലക്കിട്ട് നാടുകടത്തിയതിൽ ട്രംപിനോട് പ്രതിഷേധം രേഖപ്പെടുത്താനും പ്രധാനമന്ത്രി തയ്യാറായില്ല. ദ്വിദിന സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയതിന് പിന്നാലെ കൂടുതൽ ഇന്ത്യക്കാരെ നാടുകടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 119 ഇന്ത്യക്കാരുമായി 2 പ്രത്യേക വിമാനങ്ങൾ ഞായറാഴ്ച അമൃത്സറിൽ എത്തുമെന്നാണ് വിവരം. ഇവയും സൈനിക വിമാനങ്ങൾ ആയിരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ആണവ പ്രതിരോധ വ്യാപാര ബഹിരാകാശ മേഖലയിലടക്കം ഉഭയകക്ഷി സഹകരണം ശക്തമാക്കാൻ മോദി ട്രംപ് ധാരണ. ഇന്ത്യയിൽ കൂടുതൽ ആണവോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കും. താരിഫ് ഇളവ് പ്രതീക്ഷിച്ച് എത്തിയ മോദിയോട് കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് തന്നെ പകരം തീരുവയിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. KSTA 34ാമത് സംസ്ഥാന സമ്മേളനത്തിന് പ്രൗഢോജ്വല തുടക്കം. K. ബാലകൃഷ്ണൻ നമ്പ്യാർ നഗറിൽ സമുദ്ര ഓഡിറ്റോറിയം, കോഴിക്കോട് സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ് പതാക ഉയർത്തി. ജില്ലയിലെ 34 അധ്യാപകർ സ്വാഗത ഗാനം ആരംഭിച്ചു. പ്രതിനിധികളെ വരവേറ്റു. വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ രാം പുനായനി ഉദ്ഘാടനം ചെയ്തു. D. സുധീഷ് അധ്യക്ഷനായി.
പാഠ്യപദ്ധതിയിലേക്ക് മിത്തുകളെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ട് നയിക്കുകയാണെന്നും വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ രാംപുനായിനി പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാനും നവകേരളത്തിനായി അണിചേരാനും അധ്യാപകരടക്കം മുഴുവൻ ജനവിഭാഗങ്ങളും ഒന്നിച്ച് അണിനിരക്കണമെന്ന് KSDA സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച നഗരത്തിൽ അധ്യാപക റാലിയും പൊതുസമ്മേളനവും നടക്കും. വൈകിട്ട് 4-ന് കടപ്പുറത്ത് ഫ്രീഡം സ്ക്വയറിൽ നിന്നാണ് പ്രകടനം ആരംഭിക്കുക. മലക്കുളത്തെ സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ ബൃഹത് പദ്ധതികളിലൊന്നായ മലയോര ഹൈവേയുടെ കോടഞ്ചേരി മുതൽ കാക്കാടംപൊയിൽ വരെയുള്ള നിർമ്മാണം പൂർത്തിയായ ആദ്യ റീച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച 3-ന് നാടിന് സമർപ്പിക്കും. തിരുവമ്പാടി മണ്ഡലത്തിലെ തന്നെ മലയോര ഹൈവേയുടെ തുടർച്ചയായ മലപ്പുറം കോടഞ്ചേരി റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ചാലക്കുടിയിൽ ജീവനക്കാരെ ബന്ദിയാക്കി ഫെഡറൽ ബാങ്ക് ശാഖയിൽ 15 ലക്ഷം രൂപ കൊള്ളയടിച്ചു. വെള്ളിയാഴ്ച പകൽ 2-ഓടെ പേട്ട ശാഖയിലാണ് സംഭവം. ജീവനക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ശുചിമുറിയിൽ പൂട്ടിയിട്ട് ക്യാഷ് കൗണ്ടറിലെ പണം കവരുകയായിരുന്നു. ഹെൽമറ്റ് ധരിച്ച് പുറത്ത് ബാഗ് വിട്ട് ബൈക്കിലെത്തിയ ആളാണ് ബാങ്ക് കൊള്ളയടിച്ചത്. കേരള സർവകലാശാലയിൽ സംഘപരിവാർ ആജ്ഞാനുവർത്തിയാൻ പ്രവർത്തിച്ച വൈസ് ചാൻസലർക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സിൻഡിക്കേറ്റ് 22 ചേരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാങ്കിംഗ് കേസ് പ്രതികൾക്ക് SFI ബന്ധം ചാർത്താൻ പണിപ്പെട്ട് KSU-MSF. പ്രതികൾ പഠിച്ച കോളേജിലെ SFIക്ക് യൂണിറ്റില്ല. പ്രതികളാക്കപ്പെട്ടവർ ആരും SFIയിൽ ഉള്ളവരല്ല. എന്നിട്ടും സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഇവരെ SFIക്കാരാക്കാൻ ബോധപൂർവ്വ ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞു. കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥി റാങ്കിങ്ങിനിരയായ സംഭവത്തിൽ പ്രതികൾക്കെതിരായ നടപടികൾ സസ്പെൻഷനിൽ തീരില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇവരെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കാൻ അടക്കമുള്ള നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വാളയാർ കേസിൽ CBIയുടെ 2ാമത് കുറ്റപത്രം കൂടി വന്നതോടെ CPM-നെതിരെ വ്യാപക വിഷപ്രയോഗം നടത്തി മുതലെടുപ്പിന് ശ്രമിച്ച കോൺഗ്രസ് നേതാക്കൾ മാളത്തിലൊളിച്ചു. പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ഒരു സംഘം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് നടത്തിയത് ഹീനമായ പ്രചാരണവും വ്യക്തിഹത്യയുമായിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടി കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടിഞ്ഞ് 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു. മാനദണ്ഡം പാലിക്കാതെ ആനയെ എഴുന്നള്ളിച്ചതിനാണ് കേസ്. വനമന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് വ്യവസായ നഗരിയിൽ ഉജ്ജ്വല തുടക്കം. ആനത്തലവട്ടം ആനന്ദ നഗറിൽ അഖിലേന്ത്യാ സെക്രട്ടറി സ്വദേശ് ദേവ് റോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എളമരം കരീം അധ്യക്ഷനായി. രാജ്യത്ത് ആദ്യമായി ബുള്ളറ്റ് ട്രെയിൻ കോച്ചുകൾ പൊതുമേഖലാ സ്ഥാപനം പുറത്തിറക്കുന്നു. കാര്യശേഷിയില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കാൻ താൽപര്യം കാണിച്ച ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡാണ് BEML ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത്. 16 കോച്ച് 847 കോടി രൂപയ്ക്കായി ചെന്നൈ ഇന്റഗ്രേറ്റ് കോച്ച് ഫാക്ടറി നിർമ്മിക്കാൻ കരാർ സ്വന്തമാക്കി. സ്ത്രീകൾക്ക് പാതി വിലക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കേസെടുത്തു. കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണനെതിരെ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ED കേസെടുത്തത്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി. കാവേരി ഗോദാവരി തടത്തിലെ പ്രകൃതിവാതക പര്യവേക്ഷണ തർക്കത്തിൽ RLI കൺസോർഷ്യത്തിന് അനുകൂലമായി അന്താരാഷ്ട്ര മധ്യസ്ഥതാ ട്രൈബ്യൂണൽ വിധി ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ചെറിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മാണ കരാറിന് വേണ്ടി പരിഗണിക്കുന്ന കമ്പനിയുടെ അന്തിമ പട്ടികയിൽ അദാനി ഗ്രൂപ്പ്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം അടിച്ചേൽപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് മെയ്തി സംഘടനകൾ. തികച്ചും അന്യായമായി അതിവേഗതയിൽ അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രപതി ഭരണം മണിപ്പൂരിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണെന്ന് 6 മെയ്തി സംഘടനകളുടെ കൂട്ടായ്മയായ കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇന്റഗ്രിറ്റി പ്രതികരിച്ചു. ലോകവാർത്തകൾ. ബ്രോങ്കൈറ്റിസ് മുക്സിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 ദിവസത്തെ മാർപ്പാപ്പ പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച ജില്ലയിലെത്തും. രാവിലെ 10-ന് CWRDMൽ സയന്റിസ്റ്റ് കോൺക്ലേവ് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം നിർവഹിക്കും. പകൽ 12-ന് വഖഫ് ബോർഡിന്റെ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് മുതലക്കുളം മൈതാനിയിൽ KST സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓട്ടോ സ്റ്റാൻഡിൽ വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ കൗൺസിലർക്ക് നേരെ രാത്രിയും SDPI ആക്രമണം.
കൗൺസിലർ ടി മുരളീധരനെയും ലോക്കൽ കമ്മിറ്റി അംഗം കബീറിനെയുമാണ് രാത്രി ആക്രമിച്ചത്. ജലമലിനീകരണം വർദ്ധിക്കുന്ന കാലത്ത് കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമത്തിന് അതീവ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി എം വി രാജേഷ് നിർദ്ദേശിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെ മാറ്റർ ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടൽക്കാറ്റേറ്റ് സൂഫി സംഗീതം ആസ്വദിക്കാൻ സാഹിത്യ നഗരി ക്ഷണിക്കുന്നു. ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിലേക്ക് ലോക പ്രശസ്ത സൂഫി സംഗീത ട്രൂപ്പായ 4 യാർ സംഘം സിംഫണി ഓഫ് ഹാർമണി എന്ന പേരിൽ 17-ന് മാനവമൈത്രി സംഗീത നിശ ഒരുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് ഡിവിഷൻ വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി നടത്തിയ ഹിയറിംഗ് സമാപിച്ചു. കുറുവങ്കാട് മണികുളങ്ങൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടിച്ച് പരിക്കേറ്റ 31 പേരിൽ 25 പേരും ആശുപത്രി വിട്ടു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 7 പേർ ചികിത്സയിലുണ്ട്. കളിക്കളം വാർത്തകൾ. 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ അവസാനിച്ചപ്പോൾ ബാക്കിയായത് ഒരു പിടി കൗമാര താരങ്ങളുടെ പ്രതീക്ഷ നൽകുന്ന പ്രകടനങ്ങൾ. 68 സ്വർണം ഉൾപ്പെടെ 121 മെഡലുകളുമായി സർവീസസ് ചാമ്പ്യന്മാരായി. കേരളത്തിന് അഭിമാനിക്കാനാകുന്ന ഗെയിംസ് ഇനമായിരുന്നില്ല 13 സ്വർണവുമായി 14ാം സ്ഥാനം. വിവിധ ഇനങ്ങളിൽ കരുത്ത് തെളിയിച്ച പ്രതിഭകളുണ്ടെന്ന് ഇത്തവണ ദേശീയ ഗെയിംസിൽ ഉദിച്ച താരങ്ങളെക്കുറിച്ച്. ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ നേരിടാൻ ഒരുങ്ങുന്നു. പുലിമടയിൽപ്പെട്ട മാൻപേടയുടെ അവസ്ഥയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഈ സീസണിൽ മികച്ച കളിയുമായി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ബഗാൻ 1ാം സ്ഥാനത്താണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30-ക്കാണ് മത്സരം. IPL ക്രിക്കറ്റ് പുതിയ സീസൺ മാർച്ച് 22-ന് കൊൽക്കത്തയിൽ തുടങ്ങും. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശനിയാഴ്ച 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.